അതീവ ഗൗരവമുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുരേഷേട്ടൻ സംസാരിക്കുന്നതിനിടയിൽ കയറേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കും. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒരു രാജ്യത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് ഇന്ത്യയാകുമ്പോൾ ഇന്ത്യ മറ്റു രാജ്യങ്ങളെപ്പോലെ നാലതിരും ഭരണാധികാരിയും ഭരണഘടനയുമുള്ള ഒരു കേവല രാഷ്ട്രമല്ല. ഇന്ത്യ ഒരു സംസ്കാരമാണ്. ഇന്ത്യ മഹോന്നതമായ ഒരു ചിന്തയാണ്. ഇന്ത്യ ലോകോത്തരമായ ഒരു ജീവിത പദ്ധതിയാണ്. ഇന്ത്യയെ മുറിവേൽപ്പിക്കാനാവുക ഒരു വിദേശ രാജ്യത്തിനുമല്ല. ഇന്ത്യയെ മുറിവേൽപ്പിക്കാനാവുക ഇന്ത്യയിൽ ജീവിക്കുന്നവർക്കാണ്. ഇന്ത്യയുടെ ആത്മാവിനെ മുറിവേൽപ്പിക്കാനാവുക അവർക്കാണ്. എന്താണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന ചോദ്യം ഉണ്ടാവും. അത് ഗാന്ധിജിയുടെ രാമരാജ്യമാണ്. എല്ലാ മതങ്ങളും ഒരുപോലെ ജീവിക്കുന്ന എന്റെ നാട്, അതാണ് എന്റെ സ്വപ്നം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അതാണ് എന്റെ രാമരാജ്യം എന്നാണ്. ഇന്ത്യയുടെ സോൾ, ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ രാമരാജ്യമാണ്. രാമരാജ്യം തകർക്കലാണ് ഫാസിസ്റ്റുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതാണ് അവരുടെ ഏറ്റവും വലിയ താല്പര്യം എന്ന് പറയുന്നത്. അതാണ് ഗുജറാത്തിൽ നമ്മൾ കണ്ടത്. ഗുജറാത്തിൽ ഫാഷിസമാണ്. ഫാഷിസം എന്താണ്? ഫാഷിസം നരേന്ദ്രമോദിയാണോ? സംഘപരിവാറാണോ? BJP ആണോ? അല്ല. ഫാഷിസം ഒരു സ്വഭാവമാണ്. ഗുജറാത്തിലെ മുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ സബർമതിയിലെ ട്രെയിനിന് തീ കൊടുത്താണ് ഫാഷിസം അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. നൂറുകണക്കിന് സന്യാസിമാരെ, ഹിന്ദു സഹോദരന്മാരെ കൊന്നൊടുക്കിയിട്ട് അത് മുസ്ലിങ്ങളാണ് ഇന്ന് ചെയ്തത് എന്ന് പറഞ്ഞാണ് അതിന്റെ പ്രവർത്തനം ഫാഷിസം ആരംഭിച്ചത്. ഫാഷിസം ഒരു സ്വഭാവമാണ്. എനിക്ക് ഫാഷിസ്റ്റ് ആവാം, നിങ്ങൾക്ക് ഫാഷിസ്റ്റ് ആവാം, ആർക്കും ഫാഷിസ്റ്റ് ആവാം, കോൺഗ്രസിനാവാം, ലീഗിനാവാം. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, തലശ്ശേരിയിൽ ഫസലിനെ കൊന്നിട്ട് ഫസലിന്റെ ചോരയിൽ മുക്കിയ തൂവാല, ആ രക്തം ഇങ്ങനെ തുള്ളി തുള്ളിയായി ഉറ്റിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് കൊന്നത് ഹിന്ദുക്കളാണെന്ന് പറയുന്ന രാഷ്ട്രീയത്തെ എന്തു ചൊല്ലിയാണ് വിളിക്കേണ്ടത് നമ്മൾ? സബർമതിക്ക് ട്രെയിൻ തീ കൊടുത്താണോ ഗുജറാത്ത് കലാപം ഉണ്ടാക്കിയത്? ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നിട്ട് ചന്ദ്രശേഖരനെ വെട്ടാൻ വന്ന വാഹനത്തിന്റെ പിറകിൽ മാഷാ അല്ലാഹ് എന്നൊട്ടിക്കുമ്പോ വടകര പോലെയുള്ള ഒരു സെൻസിറ്റീവ് ഏരിയയിൽ അതും ഹിന്ദുവായ ചന്ദ്രശേഖരനെ കൊല്ലാൻ വന്നത് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന രാഷ്ട്രീയത്തെ എന്തു ചൊല്ലിയാണ് വിളിക്കേണ്ടത്? ഫാഷിസം നരേന്ദ്രമോദി മാത്രമാണോ? അല്ലല്ലോ. അതൊരു സ്വഭാവമാണെങ്കിൽ ഈ മാർക്സിസ്റ്റുകൾ കാണിക്കുന്നത് എന്താണ്? 2-3 ആഴ്ച മുമ്പാണ് വടകരയിലെ മേമുണ്ടയിൽ രാത്രിയിൽ മദ്രസയിൽ കൊണ്ടുവന്ന് ക്ഷേത്ര കമ്മിറ്റിയുടെ ബാനറും പോസ്റ്ററും കത്തിക്കുന്നത് നാട്ടുകാരെ പിടിച്ചത്. ഞാൻ നിയമസഭയിൽ സബ്മിഷൻ കൊണ്ടുവന്നു. അതവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരായിരുന്നു. എന്തിനാണിത്? എന്നിട്ട് വന്നിട്ട് പറയാൻ ഞങ്ങൾ ഫാഷിസത്തിനെതിരാണ്, ഞങ്ങൾ നരേന്ദ്രമോദിക്കെതിരാണ്, ഞങ്ങൾ BJP-നെ തോപ്പിക്കും, ഞങ്ങൾ കോൺഗ്രസിനെ തോപ്പിക്കും. നിങ്ങൾ ആരെയാ തോപ്പിക്കാനാവുക? ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, മണിക്കൂറുകൾ ബാക്കിയുണ്ടല്ലോ. ഒരു ചോദ്യം സിമ്പിളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ CPM BJP-യോട് മത്സരിക്കുന്നുണ്ടോ? നിങ്ങൾ പറയും കോഴിക്കോട്, വടകര. അല്ലല്ല, അതല്ല. BJP ജയിച്ചാൽ CPM തോൽക്കുന്ന, CPM ജയിച്ചാൽ BJP തോൽക്കുന്ന ഒരു മണ്ഡലം ഇല്ല ഇന്ത്യയിൽ. കഴിഞ്ഞ പാർലമെന്റിൽ ഏതെങ്കിലും ഒരു MP, CPM MP BJP-യെ തോൽപ്പിച്ച് ഇന്ത്യയുടെ പാർലമെന്റിൽ വന്നിട്ടുണ്ടോ? അതുമില്ല. പിന്നെ എന്തിനാ ഈ ബടായി പറയുന്നത്? എന്തിനാ ഈ വർത്തമാനം പറയുന്നത്? നിങ്ങളൊരു ചെറിയ പാർട്ടിയല്ലേ, ലീഗ് ഒരു ചെറിയ പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ ഈ വർത്തമാനം പറയാൻ ഞങ്ങളിൽ എത്ര ആളുണ്ട് ബടായി പറയാൻ? വെറുതെ ബടായി പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഇത് പ്രായോഗികവൽക്കരണത്തിന്റെ സമയമല്ലേ? പ്രയോഗവൽക്കരണത്തിന്റെ സമയമല്ലേ? നിങ്ങളൊരു ചെറിയ പാർട്ടിയാണ് CPM-കാർ. അവരവന്റെ വലിപ്പത്തിലുള്ള അഹങ്കാരേ പാടുള്ളൂ എല്ലാവർക്കും. നിങ്ങൾ BJP-നെ തോപ്പിക്കും, CPM-നെ തോപ്പിക്കുന്നു, കോൺഗ്രസിനെ തോപ്പിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ എന്തിന്? 20 സീറ്റല്ലേ ഉള്ളൂ കേരളത്തിൽ, 540 ഇല്ലല്ലോ. ആ 20 സീറ്റിൽ സ്വന്തം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ നിങ്ങൾക്ക് ആവുന്നുണ്ടോ? എത്ര കാലമായി പാർട്ടി എന്ന് പറഞ്ഞ് ചുരക്കാൻ തുടങ്ങിയിട്ട്?
20 സീറ്റിൽ 20 സ്ഥാനാർത്ഥികളെ സ്വന്തം ചിഹ്നത്തിൽ നിർത്താൻ പറ്റൂലെങ്കിൽ ആഫീസ് കൂട്ടിയിട്ട് വേറെ വല്ല പണി ചെയ്തു അതല്ലേ നല്ലത്. എന്നിട്ട് നരേന്ദ്രമോദിയെ തോപ്പിക്കാൻ ആരെയും കൂട്ടിയിട്ട് ഇന്നസെന്റിനെയും കൂട്ടിയിട്ട് പോവാണ് അല്ലേ? എന്നാ പിന്നെ കോഴിക്കോട് നിങ്ങൾക്ക് മാമുക്കാരെ മത്സരിപ്പിച്ചാൽ പറയുന്നു. സുരാജ് വെഞ്ഞാറമൂട് കണ്ണൂരിൽ മത്സരിക്കണോ? തമാശയാവട്ടോ. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നിസ്സാരമായിട്ട് കാണാണ്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും നിസ്സാരമായി പരിഹാസമായിട്ട് കാണാണ്. നിങ്ങളെ ചിഹ്നത്തിലൊന്നും മത്സരിക്കാൻ ആളെ കിട്ടൂല. കണ്ണൂർ MLA ഞാൻ എനിക്കറിയാം, ഈ ചിഹ്നം കാണുമ്പോൾ ബേജാറാണ്. അരിവാണ് ചുറ്റി ഒരു തോക്കൂടെ വെക്കടോ ചിഹ്നമായിട്ട്. നിങ്ങൾക്ക് പറ്റും. ഇതെന്തൊരു പാർട്ടിയാണ്? ഒന്നുമല്ല. നിങ്ങൾ ഞങ്ങളെ 20 സ്ഥാനാർത്ഥികളൊന്ന് നോക്കണോ? മുത്തുപോലെ കണ്ട കെട്ടിപ്പിടിച്ച് ഉമ്മം വെച്ച് പോലെ ഏതൊക്കെയാണ് സാധനങ്ങൾ? 20 പേരെ വെക്കാൻ പറ്റ പാടുക. സുരേഷേട്ടനോട് ചോദിക്കാൻ ഞങ്ങൾക്ക് അറിയുള്ളൂ. ഒരു 10-40 ബാക്കിലേക്കുണ്ട്. 400 സീറ്റ് കിട്ടിയാൽ തികയില്ല. അത്ര നേതാക്കന്മാരുടെ ഞങ്ങളുടെ നിങ്ങൾ 20 ഒപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ഓഫീസിലും ലീഗ് ഓഫീസിലും പോയി കടെടുക്കേണ്ട ഗതികേട് കേരളത്തിലെ CPM വന്നില്ലേ ഈ തെരഞ്ഞെടുപ്പിൽ? നിങ്ങൾക്ക് നിർത്താൻ കൊള്ളാവുന്ന നേതാക്കന്മാരില്ല, ക്രെഡിബിലിറ്റി ഉള്ള നേതാക്കന്മാരില്ല. നിങ്ങളെ പാർട്ടി സെക്രട്ടറി ആണല്ലോ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ. എന്നോട് ഈ അടുത്ത് ഒരാള് വന്നിട്ട് എന്നോട് പറഞ്ഞു, സാർ നിങ്ങളുടെ തൊട്ടടുത്ത മണ്ഡലത്തിലെ ജെയിംസ് MLA അവരുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ 3-4 കോടി രൂപ പറ്റിച്ചു. 75 ലക്ഷത്തിന്റെ സോളിഡ് എവിഡൻസ് ഉണ്ട്. വാങ്ങിത്തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, അത് CPM ആണ്, വേറെ പാർട്ടിയാണ്. നിങ്ങൾ പാർട്ടിക്ക് പരാതി കൊടുക്കും. ഒരു ദിവസം TV-യിൽ ഒരു സ്ക്രോളിൽ എന്താണ്, ജെയിംസ് മാത്യു MLA-ക്കെതിരെ ആന്ധ്ര CPM-ന് പരാതി കൊടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു, അത് ഇയാള് കേരളത്തിലല്ലേ, നിങ്ങളുടെ ആന്ധ്രയെ കൊണ്ടുപോയി കൊടുത്തത്? അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ കൊടുത്തത് കേരളത്തിലാണ്. പക്ഷേ അവിടുന്ന് അവര് പറഞ്ഞു ഇവിടെ ഈ 75 ലക്ഷത്തിന്റെ ചീള് കേസൊന്നും ഇവിടെ എടുക്കൂല. ഇവിടെ എളമരം കരിമിന്റെ 5 കോടി കേസാണ് എടുത്തിട്ടില്ല. ഇവിടെ കേസ് എടുക്കണമെങ്കിൽ മിനിമം 370 കോടി കട്ടിട്ട് വരണം. പാർട്ടി സെക്രട്ടറി 370 അതിന്റെ താഴെയുള്ള കേസ് എടുക്കൂലല്ലോ. നിങ്ങളാവില്ല. എന്നിട്ട് നിങ്ങൾ കോൺഗ്രസിനോട് ചോദിക്കണം, കോൺഗ്രസ് എന്തുണ്ടാക്കി? നീ എന്തുണ്ടാക്കിയോ? നീ 25 കൊല്ലം ബംഗാള് ഭരിച്ചു. 25 ലക്ഷം ബംഗാളികൾ കേരളത്തിലെത്തി. അതാണ് നീ കേരളം ബംഗാളാക്കും ഇങ്ങനെ നമുക്ക് മനസ്സിലായിട്ടില്ല. ഈ ബംഗാളികൾ ഇവിടെ കൊണ്ടുവന്നിട്ട് മനസ്സിലായിട്ടില്ല. ഇങ്ങനെയായിരുന്നു കേരളം. ഞാൻ ദുബൈയിലൊക്കെ വമ്പിച്ച മഴയാണ്. ഒരു ഫേസ്ബുക്കിൽ ഒരു തമാശയുണ്ട്. കാർമേഘങ്ങൾ കേരളത്തിന്റെ മുകളിൽ വന്നിട്ട് ഇങ്ങനെ പെയ്യുന്നതിന് മുമ്പ് താഴോട്ടൊന്ന് നോക്കുമ്പോ കംപ്ലീറ്റ് ബംഗാളികളാണ്. സ്ഥലം മാറിപ്പോയി ഞാൻ പോയതെന്നാണ്. അങ്ങനെ പോയതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. 25 കൊല്ലം നിങ്ങൾ ഭരിച്ചു, കോൺഗ്രസ് എന്തുണ്ടാക്കിയില്ലേ? 1947 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ 35 കോടി. 2014 അത് 127 കോടി. അന്നത്തെ സാക്ഷരത 12%, ഇന്നത്തെ സാക്ഷരത 76%. 127 കോടിക്ക് ജനങ്ങൾക്ക് തൊഴിൽ സുരക്ഷ, അവർക്ക് തൊഴിലുറപ്പ് പദ്ധതി. ഇന്ത്യയിൽ ആരെങ്കിലും പട്ടിണി കിടന്നാൽ അവന്റെ പട്ടിണി എന്റെ റെസ്പോൺസിബിലിറ്റിയാണെന്ന് ഒരു പ്രധാനമന്ത്രിക്ക് പറയാൻ കഴിയുന്ന ഭക്ഷ്യസുരക്ഷ, അഴിമതിയുടെ കോട്ടക്കൊത്തളങ്ങൾ തകർന്നു വിടുന്ന സുതാര്യതയുടെ വിവരാവകാശ നിയമം. ദേവയാനിയോട് ഇന്ത്യ മോശമായി, അമേരിക്ക മോശമായിട്ട് പെരുമാറി. ഇന്ത്യ വിറപ്പിച്ചു അമേരിക്കയെ. നയതന്ത്ര വിദഗ്ധന്മാർ പറഞ്ഞത് അത്ഭുതപ്പെട്ടു എന്നാണ്. ഇന്ത്യ എന്താണ് ഇങ്ങനെ ഇൻഡിഫറന്റായി പെരുമാറുന്നത് എന്നാണ്. ഇന്ത്യ ഒരു ശക്തിയാണ്. അമേരിക്കയുടെ ഒബാമ അടച്ചുപൂട്ടിയ ട്രഷറിയുടെ മുമ്പിൽ വിഷമനായിരുന്നപ്പോ, യൂറോപ്യൻ രാജ്യങ്ങളുടെ മുട്ടുപറച്ചപ്പോ ഇന്ത്യ അതിജയിച്ചു സാമ്പത്തിക പ്രതിസന്ധിയെ. നിങ്ങൾ ചോദിക്കുകയാണ് ഇന്ത്യ. ഞാൻ മലപ്പുറത്ത് പോയപ്പോ അവിടെ കുറച്ച് NDF ലീഗിനോട്, ലീഗ് എന്തുണ്ടാക്കി? ഞാൻ പറഞ്ഞു നീ എന്റെ വാപ്പനോട് പോയി ചോദിക്കടോ. അപ്പൊ അവര് പറഞ്ഞു MLA വാപ്പക്ക് പറഞ്ഞ ശരിയായില്ല. ഞാൻ വാപ്പക്ക് പറഞ്ഞതല്ല. ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇല്ലാത്ത മലപ്പുറത്ത് ജനിച്ചത് ഇവന്റെ വാപ്പയാണ്. ഇവനുള്ള മലപ്പുറത്തല്ലേ ജനിച്ചത്. കാലിക്കറ്റ് ആർട്സ് കോളേജ് മുതൽ പാലക്കാട് വിക്ടോറിയ കോളേജ് എത്തുന്നത് വരെ 2 ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രമുള്ള ഒരു മലപ്പുറം ജില്ലയുണ്ട്. അത് ഇവനറിയില്ല. അത് ഇവന്റെ വാപ്പക്കറിയാം, വല്യാപ്പക്കറിയാം. ഇവൻ ഈ വന്നിന്റെ ബോൾ വെച്ച മുന്തിരിയല്ലേ, ഇന്നലെ ജനിച്ചതല്ലേ. ഞാൻ ചോദിക്കണത് നിങ്ങളോട്, നിങ്ങൾ കുറച്ച് ചോദിക്കണ കുറെ ആളുകൾ, ഞങ്ങൾ പറയുന്ന ആളുകൾ, ഇതിന് മുസ്ലിം വോട്ട് കിട്ടാൻ കുറെ തന്ത്രങ്ങൾ, അതിനുള്ള കുറെ ഏർപ്പാടുമായിട്ട് വരിക. ഇപ്പൊ ഞാൻ വടകര പോയപ്പോ ഷംസീർ മുസ്ലിം പള്ളിന്റെ മുമ്പിലൊക്കെ പോയിട്ട് അസ്സലാമു അലൈക്കും ദ്വാരക്കണം കേട്ടോ. ഷംസീർ അവനെ നമുക്ക് അറിഞ്ഞൂടെ, ദ്വാരക്കണം. അവന്റെ കല്യാണ കത്തുണ്ടതിന്റെ അടുത്ത് ആരാ ക്ഷണിച്ചതെന്നറിയോ? കാരായി രാജൻ. അവന്റെ കല്യാണ കത്തിൽ ക്ഷണം കാരായി രാജൻ. ഇന്നലെ പറഞ്ഞതോ TP-യുടെ വധക്കേസിലെ മുഖ്യപ്രതിയോട് ഫോണിൽ സംസാരം. ഇവൻ
കാർന്നമാരൊക്കെ ജയിലിലാണ്. ഇവരെ പറഞ്ഞിട്ട് തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച എല്ലാവരും ജയിലിൽ പോവാണ് അനുഗ്രഹം വാങ്ങാൻ. അവിടെയല്ലേ ഉള്ളത്. ഞാൻ വെച്ചാൽ സുധാകരന്റെ പിന്നെ പര്യടനം എന്റെ മണ്ഡലത്തിലായിരുന്നു. ഞാനിങ്ങനെ പോകുമ്പോ ജയിൽ റിനോവേറ്റ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ ജയിൽ എന്റെ മണ്ഡലത്തിലാണ്. അതിങ്ങനെ നന്നാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ തൂണൊക്കെ ചുവന്ന കളറാണ്. അപ്പൊ എന്റെ അടുത്തുള്ള യൂത്ത് കോൺഗ്രസിന്റെ ആൾ ചോദിച്ചു, എന്താണ് MLA, നിങ്ങളെന്നെ ഇവിടുത്തെ MLA, എന്നിട്ട് ആ സെൻട്രൽ ജയിൽ ഇങ്ങനെ ചോപ്പടിച്ചിരിക്കുന്നത്? ഞാൻ പറയും, പിന്നെ സെൻട്രൽ ജയിലിൽ പച്ചടിക്കാൻ പറ്റുമോ? അത് CPM-കാരനെ പറയല്ലോ. അതല്ല, അവർക്ക് അതിനകത്ത് കയറുന്ന ഒരു ആശ്വാസമാണ്. അവരുടെ വീട്ടിൽ വന്ന സുഖം വേണ്ടേ? അതുകൊണ്ട് ചോപ്പടിച്ചു കൊടുത്തതാണ്. എന്ത് പാർട്ടിയാണോ ഇത്? എന്ത് പാർട്ടിയാണ്? ശുക്കൂറിന്റെ ഉമ്മ കുത്തുബുദ്ദീൻ അൻസാരിക്ക് എഴുതിയ ഒരു കത്തുണ്ട്. അൻസാരി, നിങ്ങൾ CPM-ന്റെ പരിപാടി പങ്കെടുക്കാൻ വന്നതാണ്. അങ്ങയോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. പക്ഷെ ഒന്നുണ്ട് അൻസാരി, അങ്ങ് ആർത്തു കരഞ്ഞപ്പോ ഗുജറാത്തിലെ ഫാഷിസ്റ്റുകൾ ചോരമണക്കുന്ന ആയുധം അങ്ങയുടെ മുമ്പിൽ വെച്ചു. എന്നാൽ നിങ്ങൾ ഓർക്കുക, ഗുജറാത്തിലെ എന്റെ പുന്നാരമോൻ 21 വയസ്സ്, അവനെ വട്ടമിട്ട് കൊന്നു ഈ CPM-കാർ. അവൻ ആർത്തു കരഞ്ഞപ്പോ അവന് നിങ്ങൾ വിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകൾ 51 വെട്ടി നിങ്ങൾ ചന്ദ്രശേഖരനെ കൊന്നു. എന്റെ ഈ കൈപ്പത്തി മുഖത്ത് വെച്ചാൽ എനിക്ക് എന്റെ മുഖം മറക്കാം 10 വിരൽ കൊണ്ട്. 51 വര വരക്കും നിങ്ങളെ മുഖത്ത് തറച്ചു കൊന്നു. 51 വെട്ടിയിട്ട് മെനഞ്ഞാനാണ് പെരിഞ്ഞെടുത്ത നവാസ്. ഇന്ത്യ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇന്ത്യ തോറ്റു തോന്നിയപ്പോ പുറത്തിറങ്ങിയതാ നിരാശനായിട്ട്. പോകുമ്പോ 2ാം ക്ലാസ് പഠിക്കണ മോള് പറഞ്ഞു, വാപ്പാ മുട്ടായി വാങ്ങണേ. വരുമ്പോ പുറത്തെ കടയിൽ നിന്ന് ഒരു മുട്ടായി വാങ്ങി പോക്കറ്റിൽ വെച്ചിട്ട് നവാസ് ടൗണിലേക്ക് പോയി. മോള് കാത്തിരുന്നു, വാപ്പ വന്നില്ല. പിന്നെ കേൾക്കുന്ന വാർത്ത, വാപ്പ കൊല്ലപ്പെട്ടു. പിറ്റേന്ന് മയ്യത്തായി കിടക്കുന്ന നവാസിന്റെ മയ്യത്തിന്റെ മുകളിൽ ആദ്യം വെച്ച റീത്ത് ഏറിയ സെക്രട്ടറിയുടെ റീത്ത്. ആ വൃത്തികെട്ടവനാണ് നവാസിനെ കൊല്ലിച്ചത്. അവനിപ്പോ ജയിലിലാണ്. ഇരയുടെ കൂടെ ഓടുകയും വേട്ടപ്പട്ടിയുടെ കൂടെ വേട്ടയാടുകയും ചെയ്യുന്ന ഈ തോന്നിവാസം എന്തിനാണോ ഇത്? എന്തിനാ പൊതുപ്രവർത്തനം? MP വന്നാൽ, MLA വന്നാൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലർ വന്നാൽ നിങ്ങൾ ചോദിക്കൂലേ, റോഡെവിടെ, പാലെവിടെ, സ്കൂൾ എവിടെ? എന്തിനാ ഇത്? പട്ടിക്കും പൂച്ചക്കും കൊല്ലുന്ന എന്റെ ഏർപ്പാടിന് എന്തു പേര് ചൊല്ലിയാണോ വിളിക്കേണ്ടത്? രാഘവേട്ടന് കൈപ്പത്തിയിൽ ഒരു വോട്ട് ചോദിക്കുന്നത് ഗുജറാത്തിലെ നരേന്ദ്രമോദിയുടെ ഫാഷിസത്തിനെതിരെ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ പിണറായി നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഫാഷിസത്തിനെതിരെ കൂടിയുള്ള വോട്ടാണ്. അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ശുക്കൂറിന്റെ ഉമ്മയുടെ കണ്ണുനീര് പറ്റാത്ത തെരഞ്ഞെടുപ്പായത്. ഈ തെരഞ്ഞെടുപ്പ് ചന്ദ്രശേഖരന്റെ മുറിവുണങ്ങാത്ത തെരഞ്ഞെടുപ്പാണ്. നവാസിന്റെ 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ ആർത്തുകരച്ചിലിന്റെ വേദന മാറാത്ത തെരഞ്ഞെടുപ്പാണിത്. ആലോചിച്ച് വോട്ട് ചെയ്യണം. ഇത് രാജ്യത്തിനു വേണ്ടിയുള്ള വോട്ടാണ്. മാന്യതക്ക് കൊടുക്കേണ്ട വോട്ടാണ്. മര്യാദക്ക് കൊടുക്കേണ്ട വോട്ടാണ്. കേരളത്തിലെ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് MLA MP ആരെന്ന് ചോദിച്ചാൽ ഉത്തരത്തിന് കാത്തു നിൽക്കേണ്ടി വരില്ല. അത് നമ്മുടെ രാഘവേട്ടനാണ്. മാന്യതയുടെ നിറഗുണമായിട്ടുള്ള ഒരാൾ. പിണറായിക്കും കൊടിയേരിക്കും പഠിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് കാലമല്ലാത്ത കാലത്തൊക്കെ വായ തുറന്നാൽ അശ്ലീലങ്ങൾ മാത്രം പറഞ്ഞു ശീലമുള്ള ഒരാളല്ല ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോകേണ്ടത്. മാന്യതയുടെ നിറഗുണമാണ്. ഇന്ത്യ മാന്യതയാണ്. ഇന്ത്യയുടെ സംസ്കാരം മാന്യതയാണ്. അതുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി മാന്യനാവട്ടെ. രാഘവേട്ടന് കൈപ്പത്തിയിൽ വോട്ട് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.